ഹായ് എവരിവൺ, ഇഗ്നോ സ്റ്റഡി പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് MEG 5 യൂണിറ്റ് 4 ദ ഫംഗ്ഷൻ ഓഫ് ക്രിറ്റിസം ആണ്. സോ ഇത് റിലേറ്റീവ്ലി ചെറിയൊരു യൂണിറ്റ് ആണെങ്കിലും മാത്യു അർണോൾഡിന്റെ വ്യൂ ഓഫ് ക്രിറ്റിസം എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ക്രിറ്റിസം അക്കോർഡിംഗ് ടു മാത്യു അർണോൾഡ് എന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്രിറ്റിസം എന്തിനാണ്, അല്ലെങ്കിൽ ക്രിറ്റിസം അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത്. നമ്മളൊരു പോയം അല്ലെങ്കിൽ ഒരു നോവൽ റീഡ് ചെയ്യുമ്പോൾ അത് നല്ലതാണോ മോശമാണോ എന്ന് ജസ്റ്റ് പറയുന്നതാണോ ക്രിറ്റിസം? അല്ല, ആക്ച്വലി ക്രിറ്റിസം അതിലും വലിയൊരു റോൾ പ്ലേ തന്നെയാണ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിച്ച രണ്ട് ക്രിറ്റിക്സാണ് ഈ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാത്യു അർണോൾഡ് ആൻഡ് TS എലൈറ്റ്. മാത്യു അർണോൾഡ് 19th സെഞ്ച്വറിയിലും TS എലൈറ്റ് 20th സെഞ്ച്വറിയിലും. രണ്ടുപേരും ക്രിറ്റിസം എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ പർപ്പസ് എന്താണ് എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആൻസറോ സെയിം അല്ല. സോ ഫസ്റ്റ് നമുക്ക് മാത്യു അർണോൾഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മാത്യു അർണോൾഡിൻ്റെ ഫേമസ് എസ്സേയാണ് ദ ഫംഗ്ഷൻ ഓഫ് ക്രിറ്റിസം അറ്റ് പ്രസൻറ്റ് ടൈം. ഇവിടെ അർണോൾഡ് ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് പറയുന്നുണ്ട്. ക്രിറ്റിസം ക്രിയേറ്റീവ് റൈറ്റിംഗ് ഇല്ലെങ്കിൽ താഴെ നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി അല്ല. ക്രിറ്റിസത്തിന് ലിറ്ററേച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ അപ്പോൾ അർണോൾഡ് പറയുന്നത് ഫേമസ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. എഡ് ഈസ് ഇൻട്രസ്റ്റഡ് എൻഡോവർ ടു ലേൺ ആൻഡ് പ്രൊപ്പഗേറ്റ് ദ ബെസ്റ്റ് ദാറ്റ് ഈസ് നോൺ ആൻഡ് ദോ ഇൻ ദ വേൾഡ്. ഈ ലൈന് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇവിടെ മെയിൻ വേർഡ് എന്ന് പറയുന്നത് ഈസ് ഇൻട്രസ്റ്റഡ് ആണ്. ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ ക്രിട്ടിക്ക് പേഴ്സണൽ ബയാസസ് ആൻഡ് പേഴ്സണൽ ഇൻട്രസ്റ്റ് സൈഡിൽ വെച്ചിട്ട് വർക്ക് ചെയ്യണമെന്നാണ് അർണോൾഡ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ക്രിട്ടിക്കിൽ ഒരു റൈറ്ററിന് പേഴ്സണലി ഇഷ്ടമാണെന്ന് വെച്ചിട്ട് ആ റൈറ്ററിൻ്റെ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ബെസ്റ്റ് ആണെന്ന് പറയാൻ പാടില്ല. അതിന് പകരം ക്രിട്ടിക് ഷുഡ് ട്രൈ ടു ഫൈൻഡ് ദ ബെസ്റ്റ് ദാറ്റ് ഈസ് നോട്ട് ആൻഡ് ദോ ഇൻ ദ വേൾഡ് ആൻഡ് പ്രൊപ്പഗേറ്റ് ഇറ്റ്. അതായിരിക്കണം. സോ അതായത് അതേഴ്സ് ലൈക്കും കൂടെ സ്പ്രെഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലേൺ ദ ബെസ്റ്റ് ആൻഡ് പ്രൊപ്പഗേറ്റ് ദ ബെസ്റ്റ്. സോ ഇനി അർണോൾഡിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ കൂടി നമുക്ക് നോക്കാം. അർണോൾഡിൻ്റെ വ്യൂവിൽ ഗ്രേറ്റ് ക്രിയേറ്റീവ് ലിറ്ററേച്ചർ ഉണ്ടാക്കാൻ ഒരു സ്ട്രോങ് ക്രിട്ടിക്കൽ അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ചെയ്യും. ഐഡിയാസ് ഡിസ്കസ് ചെയ്യണം, സർക്കുലേറ്റ് ചെയ്യണം, ഡിബേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ എൻവയോൺമെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്നാണ് ബെറ്റർ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അതുകൊണ്ടാണ് അർണോൾഡ് ക്രിറ്റിസത്തിന് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഇല്ലെങ്കിൽ ഇൻഫീരിയർ ആയിട്ട് കാണുന്നത്. ഇനി ടെക്സ്റ്റ് മോഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇത് അർണോൾഡിൻ്റെ ഐഡിയ ക്രിറ്റിസം തിയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗ്രേറ്റ് ക്ലാസിക്കൽ വർക്കേഴ്സ് നിന്നുള്ള സെലക്റ്റഡ് പാസേജ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുക. പുതിയ പോയട്രി അല്ലെങ്കിൽ ലിറ്റററി വർക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റ് യുമായിട്ടൊരു കമ്പയർ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യണം. സോ അർണോൾഡിനെ കുറിച്ച് എക്സാമിൽ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള 4 കീവേഡ്സ് ആണ് ഡിസ്ഇൻട്രസ്റ്റഡ്നെസ്സും ബെസ്റ്റ് ദാറ്റ് ഈസ് നോൺ ആൻഡ് ദോ ദ പ്രൊപ്പഗേഷൻ ടെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയും. ഇതാണ് മാത്യു അർണോൾഡിൻ്റെ ബേസിക് ഐഡിയ ഓഫ് ക്രിറ്റിസിസം. നമുക്ക് TS എലൈറ്റിലേക്ക് വരാം. എലൈറ്റ് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ഉണ്ട്. ബെസ്റ്റ് ക്രിറ്റിസം ചെയ്യുന്നത് ക്രിറ്റിക്സ് മാത്രമല്ല പോയറ്റ് തന്നെയാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? ഒരു പോയറ്റ് തൻ്റെ വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ക്രിട്ടിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നാണ് എലൈറ്റ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റൈറ്റർ ഐഡിയാസ് ചൂസ് ചെയ്യുന്നു, അൺനെസസറി പാർട്സ് റിമൂവ് ചെയ്യുന്നു, വേർഡ് ചേഞ്ച് ചെയ്യുന്നു, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുന്നു, പിന്നെ അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ക്രിയേഷൻ ഇറ്റ് സെൽഫ് involves shifting, combining, correcting and testing. പൈലൈറ്റ് ഇതിന് ദ ലേബർ ഓഫ് ദ ആർട്ടിസ്റ്റ് മൈൻഡ് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി എലൈറ്റ് ജോൺ മിഡിൽസ്റ്റൺ മറിയുടെ റൊമാൻറ്റിക് വ്യൂ ഇനിയും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. മറി എംഫസൈസ് ചെയ്യുന്നത് റൈറ്ററുടെ ഇന്നർ വോയിസ് ആൻഡ് പേഴ്സണൽ ഇൻസ്പിറേഷനിലാണ്. പക്ഷേ എലൈറ്റ് അതിനെ ഫുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എലൈറ്റിൻ്റെ വ്യൂവിൽ ഒരു റൈറ്റർ തൻ്റെ പേഴ്സണൽ ഫീലിങ്സ് മാത്രം ഫോളോ ചെയ്താൽ പോരാ. ട്രഡീഷൻ, ഡിസിപ്ലിൻ ആൻഡ് എസ്റ്റാബ്ലിഷ് ലിറ്റററി വർക്ക് സ്റ്റാൻഡേർഡും ഇമ്പോർട്ടൻ്റ് ആണ്. സോ റൈറ്ററുടെ പേഴ്സണൽ ഇൻസ്പിറേഷൻ ഉണ്ടാകണം, പക്ഷേ അത് ലിറ്റററി ട്രഡീഷനും സ്റ്റാൻഡേർഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് എക്സാമിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ അർണോൾഡും എലൈറ്റും കമ്പയർ ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ ഡിഫറൻസ് ഓർക്കേണ്ടത്, അർണോൾഡ് ക്രിറ്റിസത്തിന് ഒരു ഇൻഡിപെൻഡൻ്റ് ആൻഡ് വാല്യുബിൾ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ആയിട്ടാണ് കാണുന്നത്. എലൈറ്റ് മീൻ വൈൽ ക്രിറ്റിസം
ക്രിട്ടിസിസത്തിനെ ക്രിയേറ്റീവ് ആർട്ടുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആയ ആക്ടിവിറ്റി ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ക്രിട്ടിസിസത്തിൻ്റെ റോൾ ക്രിയേറ്റീവ് വർക്കിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, എവാലുവേറ്റ് ചെയ്യും, ഹെൽപ്പ് ചെയ്യുകയും എന്നതാണ് എലൈറ്റ് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അഗ്നോസ്റ്റിക് ക്രിട്ടിസിസം ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ, എലൈറ്റ് ക്രിട്ടിസിസം ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ക്രിയേറ്റീവ് ആർട്ട്. ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അപ്പോൾ ഇതാണ് MEG5 യൂണിറ്റ് ഫോർ ദ ഫംഗ്ഷൻ ഓഫ് ക്രിട്ടിസിസം. മാത്യു അർണോൾഡും TS എലൈറ്റും ക്രിട്ടിസിസത്തിനെ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്തു എന്ന് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ നമ്മൾ യൂണിറ്റ് 5 ഇന്ത്യൻ എസ്തെറ്റിക്സ് കവർ ചെയ്യും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.